ഹലോ ഫ്രണ്ട്സ്, ചെമ്മൻ്റെ പോലും നാളത്തെ വിശേഷങ്ങളിലേക്ക് ഒരു സ്വാഗതം ചെയ്യുന്നു. ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് കാണാൻ വേണ്ടി ഒരു കൂടി ഓർമ്മിച്ചുകൊണ്ട് വീട്ടിലേക്ക് കിടക്കാം. അങ്ങനെ നമ്മുടെ രവീന്ദ്രൻ പുറത്ത് പോയിട്ട് തിരിച്ചു വരികയാണ്. തിരിച്ചു വന്നിട്ട് ചോദിക്കുന്നുണ്ട്, എന്താ ഇവിടെ ആരും ഇല്ലാത്ത ഒരു അനക്കും ഒന്നും ഇല്ലല്ലോ എന്ന് ചോദിക്കുമ്പോഴത്തേ രേവതി പറയാം, അച്ഛാ ഓരോരുത്തർ വരുന്നേ വർഷയും ശ്രീകാന്ത് ഇതുവരെ എത്തിയില്ല, പിന്നെ ശ്രുതി വരത്തില്ലെന്ന് പറഞ്ഞ്, ശ്രുതി അകത്തുണ്ട് എന്ന് പറഞ്ഞു, പിന്നെ അമ്മ അകത്ത് ഉണ്ടെന്ന് പറഞ്ഞു. പിന്നെ അത് ശ്രുതി തന്നെ വരാത്ത, അല്ല അമ്മ പറഞ്ഞായിരുന്നു ശ്രുതി വരത്തില്ലെന്നാ പറഞ്ഞേ എന്ന് പറഞ്ഞു. ആണോ, ശരി ശരി, ഞാനൊന്ന് ചോദിച്ചു നോക്കട്ടെ, എന്താ കാര്യങ്ങളൊന്ന് ചോദിച്ചു നോക്കട്ടെ എന്നുള്ളത് ഇങ്ങനെ ഇരിക്കുമ്പോഴത്തേക്ക് ശ്രുതി അകത്തോട്ട് പോകും. അപ്പോൾ ചന്ദ്രമന്ദിരത്തിലേക്ക് നമ്മുടെ രവീന്ദ്രൻ പോവുകയാണ്. അത് കഴിഞ്ഞാണ് തൊട്ട് പുറകെ നമ്മുടെ സച്ചി വരും. സച്ചി വന്നിട്ട് എടി രേവതി എന്തെന്താ ഇവിടെ ആളും ഇല്ലാത്ത, ഒന്നും അനക്കം ഇല്ലല്ലോ എന്ന് പറയുമ്പോഴത്തേക്ക് സച്ചിയേട്ടാ അത് എന്തൊക്കെ വിഷയം നടക്കുന്നുണ്ട്. സംഭവം എന്ന് പറഞ്ഞാൽ ഈ ശ്രുതിയും ചേർന്നുള്ള ചെയ്ത ഈ പൈസ തട്ടിപ്പ് കാരണം കൊണ്ടാണെന്ന് അമ്മ അവരെ രണ്ടും അടുപ്പിക്കുന്നില്ല. കാരണം എന്ന് പറഞ്ഞാൽ ശ്രുതിയോട് പറഞ്ഞേക്കുന്ന ഇന്ന് വരണ്ട ഞങ്ങളുടെ പറഞ്ഞേക്കുന്നതെന്ന് തോന്നുന്നു. കാരണം ഇന്നിപ്പോൾ ശ്രുതി അവിടെ തന്നെയാണെന്ന് പറഞ്ഞു, ഷോപ്പിൽ തന്നെയാണ് ഇന്ന് വരണ്ടെന്ന് അങ്ങോട്ട് പറഞ്ഞേക്കെന്ന് പറഞ്ഞു. ആണോ, അമ്മയ്ക്ക് വേറെ പണി ചെയ്യുന്നത്, അമ്മ എന്തിനും ഇങ്ങനെയൊക്കെ ആവശ്യമില്ലാത്ത പരിപാടി കാണിക്കുന്നത്. അമ്മയാണെന്നുണ്ടെങ്കിൽ ഒരു തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് പറഞ്ഞ് മനസ്സിലാക്കി പണ്ട് തൊട്ട് തിരുത്തി കൊടുക്കുകയാണെങ്കിൽ കുഴപ്പമില്ല. ഇതിപ്പോൾ എല്ലാം കഴിഞ്ഞ് വന്നിട്ട് ഈ വലിയ ശിക്ഷ കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ആരും അംഗീകരിക്കാൻ പറ്റുന്നത്? അങ്ങനെയൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ അവർ രണ്ടുപേരും ഒന്നിച്ച് ജീവിക്കേണ്ടല്ലോ. അല്ല, അമ്മയ്ക്ക് തോന്നുന്നു ചിലപ്പോൾ ഇവർ രണ്ടുപേരും ഒരുമിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അമ്മയ്ക്ക് സ്തുതിയെ നഷ്ടപ്പെടുന്നുള്ള തോന്നലുകൊണ്ടാണ്. നഷ്ടപ്പെട്ടത്. കാരണം 53 ലക്ഷം രൂപ വെറുതെ അടിച്ച് എടുത്തുകൊണ്ട് പോയല്ലേ. അല്ല, അത് അച്ഛൻ്റെ കാശ് അടിച്ചുകൊണ്ട് പോയിട്ടില്ല അവർക്ക് ഇങ്ങനെ ഉണ്ടാകുന്നേ എന്നൊക്കെ പറയുന്നുണ്ട്. ഏതൊക്കെയാലും ഞാനൊന്ന് സ്തുതിയെ പോയി കാണട്ടെ. കാരണം അവനാണെങ്കിൽ പണ്ട് തൊട്ട് ഈ പണങ്ങി ഇരുന്ന് കഴിഞ്ഞാൽ വീട്ടിൽ വരത്തില്ല, മാത്രമല്ല ഫുഡൊന്നും കഴിക്കത്തില്ല. ഒന്ന് പോയി ഞാൻ നോക്കട്ടെ എന്ന് പറഞ്ഞ് സച്ചി സ്തുതിയെ കാണാൻ ഇറങ്ങുന്നുണ്ട്. നേരെ സ്തുതി ഷോപ്പിലോട്ട് വരുന്നുണ്ട്. സ്തുതിയുടെ ഷോപ്പിൽ കയറുന്നുണ്ട്. കയറി വന്നിട്ടുണ്ട്. ശ്രുതി എടാ നീ എന്താ വീട്ടിൽ വരാത്തെന്ന് ചോദിക്കും. ഞാൻ ഇന്ന് വരുന്നില്ല എന്ന് ശ്രുതി പറയാണ്. അതെന്താ നീ വീട്ടിൽ വരാത്തെന്ന് ചോദിക്കുമ്പോഴത്തേക്ക് പറയാം, ഇല്ല എനിക്കിവിടെ വർക്കുണ്ട്, അവിടെ ലോഡൊക്കെ വരുന്നുണ്ടെന്ന് പറയുമ്പോഴത്തേക്ക് പിന്നെ വലിയ ലോഡ്, ഇതാദ്യമായിട്ടൊന്നുമല്ല ലോഡൊക്കെ ഒരുപാട് വരുന്നുണ്ട്, നീ അതിനെക്കുറിച്ച് ശ്രദ്ധിക്കൊന്നും വേണ്ട, അതൊക്കെ വേറെ ആൾക്കാർ നോക്കിക്കോളും, നീ വരാൻ പറയാം. ഇല്ല ഞാൻ വരുന്നില്ലെന്ന് പറയണം. അങ്ങനെ വരുന്നില്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയാണ് ശരിയാകുന്നത്? നീ എടാ ഫുഡ് പോലും കഴിച്ചിട്ട് ഒന്നും കഴിച്ചില്ല, അവിടെ ശ്രുതിയും അമ്മയും എല്ലാവരും നോക്കിയിരിക്കുന്നില്ല, എന്നെ ആരും നോക്കിയിരിക്കുന്നില്ല, നീ വാ, നീ ചുമ്മാ കുഞ്ഞു കളിക്കാൻ എന്ന് പറഞ്ഞത്. നിനക്കെന്താ സച്ചി എന്നോട് പ്രത്യേക ഒരു സ്നേഹമൊക്കെ വന്നേക്കുന്നത്? എന്നെ ഇല്ലാതാക്കാൻ വേണ്ടി അടുത്ത അല്ലെങ്കിൽ അച്ഛൻ്റെ കസര അടിച്ച് മാറ്റാനല്ല, അല്ലെങ്കിൽ അവിടെ കയറിയിരിക്കണം അച്ഛൻ്റെ 53 ലക്ഷം രൂപയ്ക്ക് ഉണ്ടാക്കിയ ആ കാശുകൊണ്ട് ഉണ്ടാക്കിയതില്ല ഈ സ്ഥാപനം, അതുകൊണ്ട് നിനക്കിനി ആ കസര കയറി ഇരിക്കണം എന്നുണ്ടെന്ന് പറഞ്ഞു. ഒരുമാതിരി മറ്റേ വർത്തനം പറയരുത് കേട്ടോ ശ്രുതി. നിനക്ക് എന്തെങ്കിലും ചെയ്യണമെന്നുണ്ടെങ്കിൽ നീ ചെയ്താൽ മതി, എന്നെ അതിൻ്റെ അത് ഇൻവോൾവ് ആക്കണ്ട. കാരണം ഞാൻ നിന്നെ കാണാൻ വേണ്ടി വന്ന, നീ വീട്ടിൽ വരുന്നില്ലെന്ന് ഞാൻ അറിഞ്ഞു, അതുകൊണ്ടാണ് വന്നത്. നീ വല്ല കഴിച്ചു, ഞാൻ ബിരിയാണി മേടിച്ചിട്ടുണ്ട്, എനിക്ക് ബിരിയാണി ഒന്നും വേണ്ടത്. അതുകൊണ്ട് അങ്ങനെ പറയുമ്പോഴത്തേക്ക് സച്ചി പറയുക, എടാ നീ ബിരിയാണി നീ കഴിച്ചിട്ടൊന്നുമില്ലെന്നോ? ഞാൻ കഴിച്ചോളാം, ഞാൻ എന്തെങ്കിലും ചെയ്തോളാം. നിങ്ങളൊക്കെ എന്താ ഉദ്ദേശിക്കുന്ന തരത്തിൽ ഇത്ര നാളില്ലാത്ത സ്നേഹമൊക്കെ നിങ്ങൾ എന്നോട് കാണിക്കുമ്പോഴത്തേക്ക് എനിക്ക് അങ്ങനെയൊക്കെ തോന്നുന്നുണ്ട്. നിങ്ങൾ ഈ ക്യാഷ് അടിച്ച് മാറ്റാനും അല്ലെങ്കിൽ ക്യാഷ് അടിച്ച് മാറ്റില്ല, നീ ഈ ഇതിൻ്റെ പൊസിഷൻ ഞാനല്ല മാനേജർ അല്ലെങ്കിൽ അച്ഛനാണെന്നൊക്കെ പറഞ്ഞ് നീ തന്നെയല്ലേ കയറ്റി വെച്ച് കൊടുത്തത്. ഇപ്പം ഇനിയിപ്പം അടുത്ത പൊസിഷൻ നിനക്കും ശ്രീകാന്തിനൊക്കെ ആയിരിക്കും എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് പറയാം, ആവശ്യമില്ലാത്ത പറയുന്നത്. എടാ ഞാൻ വെച്ച് തന്നിട്ടുണ്ടല്ലോ എന്ന് പറഞ്ഞാൽ അടിക്കാനൊക്കെ രീതിയിൽ ഒരു ലാളനത്തിനുള്ള അടിയൊക്കെ കൊടുക്കാൻ വേണ്ടി നിൽക്കണം. നീ പെട്ടെന്ന് ദേഷ്യപ്പെട്ടാണ്, നീ എന്തെങ്കിലും കാണിക്കുക. കാരണം നീ കഴിച്ചോ ഇല്ലയോ എന്നറിയാൻ വേണ്ടി ഞാൻ വന്നത്. ഇത്ര നാളില്ലാത്ത സ്നേഹം നീ ഇപ്പോൾ ഉണ്ടാക്കുന്നതെന്ന് ചോദിക്കുന്നത്. ഇത്ര നാളില്ലാത്ത സ്നേഹമല്ല, ഞാൻ എപ്പോഴും സ്നേഹം നിങ്ങളോട് പെരുമാറിയിട്ടുണ്ട്, പക്ഷെ നിങ്ങളത് വേറെ രീതിയിൽ കാണുന്നതുകൊണ്ടാണ്. നിങ്ങൾക്കിപ്പം ഒരു തെറ്റ് നിങ്ങൾ ഭാഗത്ത് സംഭവിച്ചുകൊണ്ട് ഞാൻ എന്നാ പറഞ്ഞാലും നിങ്ങൾ ആ രീതിയിൽ എടുക്കുന്നില്ല, അതുകൊണ്ട് ഞാൻ വിട്ട് കളയാന്നുള്ള രീതി പറഞ്ഞ് സച്ചി ശ്രുതിയോട് പറയുന്നുണ്ട്. അപ്പം നീ എന്തെങ്കിലും കാണിക്കും, നീ കഴിക്കുമോ കഴിക്കാതിരിക്കുമോ, പിന്നെ നീ വരുമോ വരാതിരിക്കുക, എന്താ വേണം കാണിച്ചു എന്ന് പറഞ്ഞ് സച്ചി അവിടെ നിന്ന് ഇറങ്ങി വരുന്നുണ്ട്. അപ്പം സെയിമായിട്ട് രേവതി ശ്രുതിയെ കാണാൻ പോകുമ്പോഴത്തേക്ക് ശ്രുതി എടുത്ത് ഒരു ചപ്പാത്തിയും കൂടെ ഇട്ടേന്ന് ചോദിക്കുമ്പോഴത്തേക്ക് വേണ്ട ഇത് മതി എന്ന് പറയുമ്പോഴത്തേക്ക് ഉടനെ അതായത് ഒരു ചപ്പാത്തി കൂടെ കഴിക്കുന്നുണ്ട്, അതിൻ്റെ കൂടെ അടുത്ത ചപ്പാത്തി ഇട്ടെന്ന് ചോദിക്കുമ്പോഴത്തേക്ക് വേണ്ടെന്ന് പറയുന്നത്. അപ്പം തന്നെ ശ്രുതി പറയുമ്പോൾ ഇപ്പം നിനക്ക് സമാധാനമായോ രേവതി ചോദിക്കുക, നീ എന്തിനാ അതന്നെ അങ്ങനെ പറയുന്നത്? ശ്രുതിയും ചോദിക്കുമ്പോൾ, അല്ല എന്നെ അത്ര രീതിയിൽ കൊണ്ടു നടന്ന ഒരു മരുമോളായിട്ടല്ല കൊണ്ടു നടന്ന ആൻറ്റി, ഇപ്പം എന്നെ വഴക്ക് പറഞ്ഞിട്ടുണ്ട്, എന്നെ അടിക്കുന്നുണ്ട്, ഇതെല്ലാം നിങ്ങൾ കണ്ടപ്പോഴത്തേക്ക് സന്തോഷമായി ചോദിക്കുമ്പോഴത്തേക്ക് എനിക്കങ്ങനെ മറ്റുള്ളവർക്കൊരു ബുദ്ധിമുട്ട് വരുമ്പോഴത്തേക്ക് അത് കണ്ടുകൊണ്ടിരിക്കാനുള്ളൊരു ശേഷിയൊന്നും എനിക്കില്ല. ഞാനങ്ങനെ ആരും വേദനിച്ച് കാണുന്നതിന് ആഗ്രഹിക്കുന്ന വ്യക്തിയല്ല, ഞാൻ അങ്ങനെ ഒരു വ്യക്തിയല്ല. കാരണം നിനക്ക് കാരണം എല്ലാവരും നിന്നെ ഒറ്റപ്പെടുത്തുന്നുണ്ട്, എല്ലാവരും നിന്നെ കുറ്റപ്പെടുത്തുന്നുണ്ട്, എന്നെ വഴക്കൊക്കെ പറഞ്ഞുണ്ട്. ആ സമയത്ത് പോലും എനിക്കതിൻ്റെ വേദനയുണ്ട്, എനിക്കതിൻ്റെ വിഷമമുണ്ടെന്ന് പറയുമ്പോഴത്തേക്ക് ഇല്ല നിങ്ങളൊക്കെ പറഞ്ഞാൽ ഇതിലൊക്കെ ഒത്തിരി സന്തോഷിച്ച ആൾക്കാരെന്ന് പറയുമ്പോഴത്തേക്ക് രവതി പറയാം, ആവശ്യമില്ലാത്ത പറയരുത്, ഞാനിത് കൊണ്ട് തന്നതാണോ കുഴപ്പം എന്നുള്ള രീതി പറഞ്ഞു. എന്നിട്ട്
പുറത്തിറങ്ങി വരുവാണ്. പുറത്തിരുന്നപ്പോഴത്തേക്ക് ചന്ദ്രമതി കാണുമോ, ചന്ദ്രമതി ചോദിച്ചാൽ നീ എവിടെ പോയെന്ന് ചോദിച്ചു. അല്ല ആൻറ്റി കഴിക്കാൻ അതത് ശ്രുതിക്ക് കഴിക്കാൻ വേണ്ടി ഫുഡ് കൊടുക്കാൻ വേണ്ടി പോയതാ എന്ന് പറയുമ്പോഴത്തേക്ക് നീ എന്നെ അവളെ എന്നെ കെട്ടിലമ്മയാണോ അല്ലെങ്കിൽ അവളിവിടുത്തെ തമ്പുരാട്ടിയാണോ കൊണ്ട് കൊടുക്കാൻ വേണ്ടി? കാരണം നിനക്ക് കഴിക്കണം, നീ ഇവിടെ കഴിക്കണം, അവൾക്ക് കഴിക്കണം, അവളുടെ അടുത്ത് കഴിക്കും. നീ എന്തിനാ അവളുടെ റൂമിൽ കൊണ്ട് കൊടുക്കുന്നത്? അല്ലെങ്കിൽ പിന്നെ എന്തിനാ നീ അവൾക്ക് വെച്ച് വിളമ്പി കൊടുക്കുന്നത്? അവൾ നിന്നെ പോലെ ഒരു മരുമോൾ തന്നെയല്ലേ, അവൾക്ക് വേണമെന്നുണ്ടെങ്കിൽ അവളുടെ അടുത്ത് കഴിക്കണം. നീ ഇനി കൊണ്ട് കൊടുക്കാൻ കാര്യങ്ങളൊക്കെ നിന്ന് കഴിഞ്ഞാൽ നിന്നെ ഞാൻ അടിക്കും കേട്ടോ. രേവതി നീ നിൻ്റെ കാര്യത്തിൽ നോക്ക്, നീ പോയി നിൻ്റെ വേല ഉണ്ട് നോക്കാൻ പറഞ്ഞു. എന്നാൽ ശരി അമ്മ, ശരി അമ്മയെന്ന് പറഞ്ഞിട്ട് പോകുന്നുണ്ട്. അടുത്ത സീൻ കാണിക്കുന്ന നമ്മുടെ പിറ്റേ ദിവസമാണ് കാണിക്കുന്നത്. പിറ്റേ ദിവസമല്ല, അത് കഴിയുമ്പോഴത്തേക്ക് കുറച്ച് കഴിയുമ്പോഴത്തേക്ക് സച്ചി ഓടി വരുന്നു. സച്ചി ഓടി വന്നിട്ട് വീണ്ടും കയറുന്നുണ്ട്. സച്ചി രേവതിയോട് വന്നിട്ട് രേവതി നീ എന്നെ അടിക്കുക, രേവതി എന്നെ അടിക്കുന്നു പറയുന്നത്. എന്നെ സച്ചിട്ടാ പറഞ്ഞിട്ട് കാര്യമില്ല, ഞാൻ അവൻ്റെ അടുത്ത് പോയതാണ്, സുധി വരുന്നില്ല, അവനെ വിളിച്ചുകൊണ്ട് വരാൻ പോയത്, അവൻ അത് വന്നില്ല. മാത്രമല്ല ഫുഡ് കൊടുത്തു, ഞാൻ ഫുഡ് കൊടുത്തിട്ട് അവനത് കഴിക്കാൻ പറ്റില്ല, അവനെല്ലാം കൂടി ചേർത്ത് ഞാൻ ആ ഷോപ്പ് അടിച്ചു മാറ്റാൻ വേണ്ടി പോയതാന്നുള്ള രീതിയിലാണ് അവൻ്റെ ഒരു ചിന്താഗതി. അപ്പോൾ അവനതൊന്നും കണക്കിലെടുക്കുന്നില്ലെന്ന് പറയുമ്പോഴത്തേക്ക് സെയിമായിട്ട് ഇവിടെ, അതായത് സുധീർത്ത് ഞാൻ ഫുഡ് കൊടുക്കാൻ പോയപ്പോഴത്തേക്ക് ഫുഡ് കൊടുത്തപ്പോഴത്തെ തന്നെ ആൾ പറയുവാണ്, അതെ നിങ്ങൾക്കെല്ലാം സന്തോഷമായില്ല, ഞങ്ങളിപ്പോൾ ഇത്ര രീതിയിൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന നിങ്ങൾക്ക് സന്തോഷമായില്ല എന്നൊക്കെ രീതി എൻ്റെ അടുത്ത് ചോദിക്കുന്നുണ്ടെന്ന് പറയുമ്പോഴത്തേക്ക് പറയാം അല്ലെങ്കിൽ സച്ചി പറയാം അതിലും കെട്ടിയവനും കെട്ടുള്ളെല്ലാം കണക്കാം, നമ്മൾ എത്ര നല്ലത് ചെയ്യാൻ വേണ്ടി ആഗ്രഹിച്ചെന്നാലും അവർ അത് അംഗീകരിക്കത്തില്ല, നമ്മളെ സ്നേഹത്തോടെ പെരുമാറുന്നുണ്ടെങ്കിൽ അംഗീകരിക്കത്തില്ല രേവതി, അതുകൊണ്ട് വിട്ടുകളാം, അതിനെക്കുറിച്ചൊന്നും ചിന്തിക്കേണ്ട എന്ന് പറയുവാണ്. ശരിയെന്ന് പറയാം. അപ്പം അത് കഴിയുമ്പോഴത്തേക്ക് പെട്ടെന്ന് നോക്കുമ്പോഴത്തേക്ക് നമ്മുടെ അടുത്ത പിറ്റേ ദിവസം കാണിക്കുന്ന നമ്മുടെ രേവതി ഇവിടെ പോവാണ് അമ്മയെ കാണാൻ വേണ്ടി. ലക്ഷ്മിയും ദേവുവിനെയൊക്കെ കാണാൻ പോകണം. അവിടെ ചെന്നപ്പോഴത്തേക്ക് ലക്ഷ്മി പറയുകയാണ്, എന്നാണ് മോളെ വിശേഷം എന്നൊക്കെ ചോദിക്കുമ്പോൾ അമ്മ ഇങ്ങനത്തെയൊക്കെ വിശേഷം, ശ്രുതിയും കൂടി ചേർന്ന് കാണിച്ച കള്ളത്തരം കാരണം കൊണ്ട് അവിടെ ഭയങ്കര ബുദ്ധിമുട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശ്രുതിക്കും ഭയങ്കര ബുദ്ധിമുട്ടാണ്. അവളെ ഇട്ട് ഒരുപാട് വേല ചെയ്യിപ്പിക്കുന്ന, ആവശ്യമില്ലാതെല്ലാം ചെയ്യിപ്പിച്ചുകൊണ്ടിരിക്കുക. അപ്പം ഒരുപാട് വേദന അവൾ അനുഭവിക്കുന്നുണ്ട് എന്ന് പറയുമ്പോൾ എനിക്കാണ് കാണേണ്ട സങ്കടം വരുന്നുണ്ട്. ചേച്ചി എന്തിനാണ് സങ്കടപ്പെടുന്നത്? ദേവ് പറഞ്ഞു അതൊക്കെ കാണേണ്ടത്, അത് ചേച്ചി ഇന്ന് വിളിക്കേണ്ടായിരുന്നു, അതൊക്കെ കാണേണ്ട കാഴ്ചകളല്ല, ഞങ്ങളങ്ങോട്ട് വരത്തില്ലായിരുന്നോ എന്ന് പറയുമ്പോൾ നീ എന്തിനാ അങ്ങനെ പറയുന്നതെന്ന് ലക്ഷ്മി ചോദിക്കുന്നുണ്ട്. അല്ലമ്മേ ഒരുപാട് രേവതി ചേച്ചിനെ ഇട്ട് ഒരുപാട് അവർ ബുദ്ധിമുട്ടിച്ചല്ലേ, ആ സമയത്തൊന്നും നമ്മൾ എത്ര കാലം കേണപേക്ഷിച്ചിട്ട് പോലും അവർ നല്ലതാണെന്ന് പറയാനോ അല്ലെങ്കിൽ നമ്മളൊന്നും ആശ്വസിപ്പിക്കാനൊന്നും അവർ നിന്നിട്ടില്ല. ചന്ദ്രമതി അത്രയും ഒരുപാട് കാര്യം ചെയ്തിട്ട് പോലും അതായത് ഈ ശ്രുതിയൊക്കെ ചേർന്ന് നമുക്കെതിരെ കുറ്റപ്പെടുത്തി നമ്മളെ ഇല്ലാതാക്കാൻ ശ്രമിച്ചിട്ടേ ഉള്ളൂ. അപ്പോൾ അവർക്ക് അങ്ങനെ ഒന്ന് വന്നപ്പോഴത്തേക്ക് നമ്മളും അങ്ങനെ ആഗ്രഹിക്കേണ്ട അമ്മ എന്നുള്ള രീതി ചോദിക്കുന്നുണ്ട്. ഉടനെ നീ എന്താ ആവശ്യമില്ലാത്ത കാര്യമൊന്നും പറയണ്ട, അവരെന്തെങ്കിലും കാണിക്കട്ടെ എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മുടെ ശരത്ത് പറയണ ചേച്ചി ഈ ശ്രുതി എന്ന് പറയുമ്പോഴത്തേക്ക് ലോക ഫ്രോഡാണ് കേട്ടോ, അത് എനിക്ക് അറിയാവുന്ന കാര്യമാണ്, നീ എന്താ അങ്ങനെ പറയുന്നത് ചോദിക്കുമ്പോൾ പറയാം, അല്ല ഈ ആൻ്റണിയുടെ അടുത്ത് ഞാൻ നിന്നപ്പോഴത്തേക്ക് ഇവരവിടെ നിന്ന് ഒരുപാട് കാശ് മേടിക്കാനൊക്കെ അവിടെ വന്നിട്ടുണ്ട്, അപ്പോൾ അത്യാവശ്യം കാര്യങ്ങളിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഇടപെടാൻ വേണ്ടി അങ്ങോട്ട് വന്നിട്ടുണ്ട്, അതായത് ക്യാഷ് കൊടുക്കുകയും വാങ്ങുകയും എല്ലാം പരിപാടി നടത്തിയിട്ടുണ്ട്. അപ്പോൾ അവരെ അങ്ങനെ പൂർണ്ണമായിട്ട് വിശ്വസിക്കാൻ പറ്റത്തില്ലെന്ന് പറയുമ്പോഴത്തേക്കും അത് പെട്ടെന്ന് രേവതിയും ദേവും ലക്ഷ്മിയൊക്കെ ഞെട്ടുന്നുണ്ട്. കാരണം ഞാൻ അവൾ അങ്ങനൊരു ഗുണ്ടയുമായിട്ടുള്ളൊരു ഇടപെടൽ ഉണ്ടാകുമെന്ന് ഒരിക്കലും വിചാരിച്ചില്ല. അപ്പം അത് പറഞ്ഞു നിർത്താണ് നാളത്തെ സീനുകൾ അവസാനിക്കുന്നത്. കാത്തിരുന്ന് തന്നെ കാണാം വരുന്ന ദിവസങ്ങളിലുള്ള സീനുകളെല്ലാം വിശേഷങ്ങളെല്ലാം. അതിന് ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരെല്ലാം ഉണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് കാണാൻ വേണ്ടി ഒരു കൂടി ഓർമ്മിപ്പിച്ചുകൊണ്ട് ഇന്നത്തെ ഈ വിശേഷം ഇവിടെ പറയുന്നത്. സൈനിങ് ഓഫ്. താങ്ക് യു.